ഹേയ് ഗൈസ്, നമ്മളിങ്ങനെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ടുകളൊക്കെ ഇന്നത്തോടെ ഈ വീഡിയോയിൽ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആവും അല്ലേ? അത് എന്തൊക്കെയാണ് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തമ്മിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പാണോ, ഫ്രണ്ടാണോ, അല്ല ബ്രദറാണോ, കസിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ കുറേ ചോദ്യങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് ഈ ചേട്ടൻ കല്യാണം കഴിച്ചോ, ഈ ചേട്ടൻ്റെ വയസ്സ് എത്ര, ഈ ചേട്ടൻ്റെ വയസ്സ് എത്ര, അങ്ങനെ പറഞ്ഞവരോട് എല്ലാം കുറേ ഡൗട്ടുകൾ നമ്മളിന്ന് തീർത്ത് തരും. അതിനാണ് ഈ വീഡിയോ തുടങ്ങിയ സമയം തൊട്ടേ ഉണ്ട്. ഏകദേശം ഇവ 1.5 കൊല്ലമായി. ഞാൻ 1 കൊല്ലം അടുപ്പിച്ചാവാറായി. ഞാൻ ഒരു 1.5 കൊല്ലം കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നെ മൈൻഡിലുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കറക്റ്റ് ഒരു സമയം എത്തിയത്, ചെയ്യാൻ വിചാരിക്കുന്നു. അതെ അല്ലേ? പിന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ തുടങ്ങാം. ഓക്കെ, ബാ പരിപാടി തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത് നന്ദു അനന്ത്. ഓക്കെ, തുടങ്ങിക്കോ. കേസ് വേറെ ഒന്നുമല്ല, ഇതെൻ്റെ അനിയനാണ്. എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഒരു അമ്മയുടെ അനിയനൊക്കെ വരും. സ്വന്തം അമ്മയുടെ അനിയന്, ഓൺ ബ്രദർ, അമ്മയുടെ അനിയന്. നമ്മള് തമ്മില് മറ്റേ ഇത് ഓൺ ബ്രദറാണ്. നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞല്ലേ മോഹൻലാല്, നമ്മൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതെൻ്റെ അനിയനാണ്, ഞാൻ ചേട്ടനാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോഗ്രാഫി ഇങ്ങനെ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ എപ്പോഴും വീഡിയോ എടുക്കാൻ പറഞ്ഞ ഇവനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പോയി ചോദിക്കുക ഒരു ഇൻട്രോ ഉണ്ടല്ലോ, എൻ്റെ പേര് നന്ദുവാണേ, ആ സംഭവം. അപ്പം ഇവനാണ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ ചെയ്ത് വന്ന സമയത്ത് ഇവനെ തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ, അങ്ങനെയാണ് അടുത്ത നീ ഡാൻസിലോട്ട് പോയതാണത്. ഞാൻ സംഭവം ഇവൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ വെക്കൊണ്ടിരുന്നപ്പം നമുക്കൊരു ഫീൽ വരുമല്ലോ, നമുക്ക് ഇങ്ങനെ തുടങ്ങാം. പിന്നെ ഇവൻ പറയും, എടാ ഇനി ഇങ്ങനെ ഇരിക്കല്ല, ഇനി എന്തെങ്കിലുമൊക്കെ തുടങ്ങും, ഡാൻസ് കളിച്ച് തുടങ്ങും. അങ്ങനെ ഇരുന്നാണ് പിന്നെ ഡാൻസ്. ഇവൻ ഡാൻസിന്റെ ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ ഡാൻസ് അല്ല ടോപ്പിക്. ഞാൻ മറ്റേ ഈ കോമഡി കണ്ടന്റ് അതല്ല ഫസ്റ്റ് ഇവന്റെ എയിം ഫുള്ളും നമ്മളെ എന്താണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വെച്ചാൽ മറ്റേ ആഷിർ ചെയ്യുന്ന പോലെയൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ആണ് തുടങ്ങാൻ ഇഷ്ടം. ഞാൻ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ആണെങ്കിലും എനിക്ക് കണ്ടന്റ് സെറ്റ് ആവില്ല. അപ്പോൾ ഇവൻ അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു, ഞാനും കൂടെ നിൽക്കാം, മാറി വീഡിയോ എടുക്കാം. അങ്ങനെ ഭയങ്കര പ്ലാൻ ആയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവൻ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ച് പോകും. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു പാട്ടിട്ട് സാധാ റീൽസ് പോലെ. അപ്പം അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഇല്ല. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ 2025 അത്യാവശ്യം വൈറലാവണമെന്ന് എനിക്ക് തന്നെ കണ്ടന്റ് നമ്മൾ ഓൺ വോയിസ് മോഡ് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ വൈറലാവുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു ഡാൻസ് എല്ലടാണത്. അതെങ്ങനെ അതൊരു പയ്യൻ ഒരു കമന്റ് ഇട്ട്, ബ്രോ ഇത് കളിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചുമ്മാ അത് എടുത്തപ്പോൾ അത് കയറി. പിന്നെ ഇത് തന്നെ അങ്ങനെയല്ല, ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട്. വേറെ ഒന്നുമില്ല ഗൈസ്, ഇവൻ ഒരു ഡാൻസ് കളിച്ചത് പോലെ സാധാരണ റീല് കളിച്ചിട്ട് അപ്പം ഒരുത്തൻ അതിൽ വെല്ലുവിളിച്ച്, അതിലെ കമന്റ് ബോക്സിൽ കയറി വെല്ലുവിളിച്ച് പറഞ്ഞ് നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ. അതൊന്നുമില്ല, അതൊക്കെ ഇത് കണ്ടന്റ് ഒക്കെ തുടങ്ങി ഇത്രയും നാൾ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഫസ്റ്റ് കണ്ടന്റ് ഇടാൻ തുടങ്ങിയ കാരണം ഇതല്ല. അല്ലല്ല, പിന്നെ ഇതല്ല. അത് അവൻ പറഞ്ഞു, ബ്രോ ഈ ആ സമയത്ത് മറ്റേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സോങ് കളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബ്രോ വിജയുടെ ഈ ഒരു സോങ് കളിക്കുമെന്ന് പറഞ്ഞു. അത് കുറച്ച് ടഫായിരുന്നു, പക്ഷെ അത് കളിക്കുമെന്ന് ചോദിച്ചവൻ. അപ്പോൾ എൻ്റെ അടുത്ത് ആരും അങ്ങനെ ചോദിച്ചിട്ടുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കതൊരു ഹാപ്പി ആയി, സന്തോഷമായി. നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളുണ്ടല്ലേ, അങ്ങനെ തുടങ്ങിയതാണിത്. അത് കഴിഞ്ഞ് കുറേ വീഡിയോ ആയപ്പോഴാണ്, കുറേ അല്ല ഇത്ര വീഡിയോ ആയപ്പോഴാണ് അതിനുശേഷമാണ് വന്നല്ലേ. ഓർമ്മയില്ല, സ്വന്തം കാര്യം ഓർമ്മയില്ല. പക്ഷെ എന്റെ മൈൻഡിൽ എന്തെന്ന് അറിയാമോ, നീ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട സമയത്ത് അച്ഛനെ കയറിയൊക്കെ വിളിച്ച സമയത്ത് അങ്ങനെ. പക്ഷെ അതിനുശേഷം ആ വീഡിയോ കയറിയില്ലേ അത് കളിച്ചിട്ട്? ഇല്ലല്ല, ഫസ്റ്റത്തെ വീഡിയോ വേറെ, മറ്റേ പ്രഭുദേവയുടെ മറ്റേ തിയേറ്ററിൽ കിടന്ന് കളിച്ചില്ലേ നമ്മൾ, അതാണ് ഫസ്റ്റ് മില്യൺ അടിച്ച വീഡിയോ. കട്ടകട അതല്ലേ? അതാണ് ഫസ്റ്റ്. അതല്ല എനിക്ക് അറിഞ്ഞൂടാ, അത് എൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പ് ആർക്കാരും കളിക്കാൻ പറ്റും. ഇതെന്റെ വെല്ലുവിളിയാണ്. സിമ്പിൾ സ്റ്റെപ്പ് ആർക്കാരും കളിക്കാൻ പറ്റും. ഞാൻ പറയുന്ന പാട്ടിനി കളിക്കും ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് കളിച്ചതാണ്. പിന്നെ അടുത്തെന്താ, നമ്മളങ്ങനെ ക്വസ്റ്റ്യനും തയ്യാറാക്കിയിട്ടല്ല വന്നത്, ജസ്റ്റ് സാധാ കാഷ്വലായിട്ട് സംസാരിച്ച് പോവാന്നുള്ളൊരു മൈൻഡല്ലേ. ജാട പിടിച്ചൊക്കെ നിൽക്കുന്നത്. ഞാൻ മര്യാദക്കല്ലേ ഇരിക്കുന്നത്, ഇത്ര സ്റ്റാൻഡേർഡ് കൊടുക്കണ്ട, സാധാ സംസാരിച്ചത്. ഞാൻ എങ്ങനെയാണ് മര്യാദക്കല്ലേ. പിന്നെ വേറെ എന്താ നീ എങ്ങനെയാണ് ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയത്? നിനക്ക് സ്ട്രീറ്റ് വീഡിയോഗ്രാഫി അല്ല, നിനക്ക് ഇങ്ങനെ ഒരു കണ്ടന്റിലോട്ട് ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങണം എന്നുള്ള ഒരു മൈൻഡ് വന്ന് എങ്ങനെയാണ്? എൻ്റെ മൈൻഡിൽ ഫുൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ ചോദ്യം നല്ലൊരു ചോദ്യം. കാര്യം വെച്ചാൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അത് അല്ല, ഈ സ്ട്രീറ്റ് വീഡിയോ ഇറങ്ങേണ്ട കാരണം എനിക്കറിയാം. പക്ഷെ നിനക്ക് ഇത് നിന്റെ മൈൻഡിൽ നിന്റെ തലയിൽ സോഷ്യൽ മീഡിയയിൽ കയറണം പറഞ്ഞാൽ അത് എനിക്കറിയാം. അത് ഞാൻ എൻ്റെയും ചോദിച്ചാണ്, പ്രഷർക്ക് ചോദിക്കണം കാണും, അവർക്ക് ഫോളോസിനും കാണും. അപ്പോൾ വേറെ ഒന്നുമല്ല,
എനിക്ക് പണ്ട് മുതലേ എന്താ പറയുക ഈ പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം എന്ത് പേടിയാണെന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് അത് മാറ്റി നിർത്താൻ ഞാൻ നിൽക്കില്ല. പക്ഷേ എനിക്കൊരു സാധനം ചെയ്യാൻ പേടിയാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ നോക്കും, മനസ്സിലായോ? എനിക്കിപ്പം പബ്ലിക്കിൽ പോയി സത്യം പറഞ്ഞാൽ ഞാൻ പെമ്പിളേരുടെ അടുത്ത് സംസാരിക്കുന്നതാണ് എനിക്ക് നെഞ്ചി കിടന്ന് പടപടാന്ന് ഇരിക്കും. എന്നുവെച്ചാൽ ഒരു കൈയും കാലൊക്കെ ഇറങ്ങി. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരുടെ സംസാരിക്കില്ല, ജസ്റ്റ് നോക്കി ചിരിക്കുക, അങ്ങനത്തെ ഇതാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ ഏതെങ്കിലും പെമ്പിളരെ കണ്ടാൽ എന്നെ കിടന്ന് അയ്യോ ഞാൻ അമ്മയടുത്ത് അറിയാം നെഞ്ച് കിടന്ന് പടപടാന്ന് ഇരിക്കണം എന്താണെന്ന് അറിഞ്ഞോടെന്ന് പറയും. അങ്ങനെ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി നോക്കിയതാണ്. അങ്ങനെ ഇറങ്ങിയതാണ് ഇതിൽ പബ്ലിക്കിൽ. പക്ഷേ ഇറങ്ങാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിങ്ങനെ ഒരു ഐഡിയ വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് പ്രാങ്ക് ചെയ്യണമെന്നായിരുന്നു. എന്ന് വെച്ചാൽ പബ്ലിക്കിൽ പോയിട്ട് പ്രാങ്ക് ചെയ്തിട്ട് ആ സംഭവം പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് 2-3 ആൾ വേണമല്ലേ, ക്യാമറമാൻ വേണം, പിന്നെ മാക്സിമം 2 ആംഗിളിൽ നിന്നൊക്കെ എടുത്താലേ വേണം, മിനിമം 2 പേരെങ്കിലും വേണം, 2 ആംഗിളിൽ നിന്ന് അവരെ. അതെ ഇതും അപ്പം അങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആരും ആശ്രയിക്കാൻ പാടില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഐഫോൺ വാങ്ങിച്ച സമയത്താണ് വീട്ടിൽ നിന്ന് അതെല്ലാം പെട്ടെന്ന് നമ്മളൊരു സംഭവം ചിന്തിക്കുന്നുണ്ടല്ലോ, ആ നമ്മളിങ്ങനെ സംഭവം തുടങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കത്തില്ല, എൻ്റെ ഇവൻ്റെ അങ്ങനെ തന്നെ സ്പോട്ടിൽ എപ്പോഴും വരും, അത് അങ്ങ് നടക്കും. നമ്മളിങ്ങനെ ഇപ്പം ഞാനൊക്കെ ഐഫോൺ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നു, എടുക്കണം ഞാൻ വീട്ടിലിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം ഇവരിങ്ങനെ പോയിട്ട് വന്നപ്പം നമ്മൾ ആ സ്പോട്ടിൽ പോയി എടുത്തതാണ് ഞാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെ കൊള്ളമുണ്ട്. പിന്നെ ടക്കിന് പോയി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് വേണ്ടതെന്ന് വിചാരിക്കുന്നത്. 7 മാസം അളവ് 7 മാസം അളവ്. അങ്ങനെ ഞാനൊരു ഫോൺ എടുത്ത് വീട്ടിൽ നിന്ന് നല്ല സീനായി. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഐഫോണിൻ്റെ ആവശ്യമില്ല. ഞാൻ എടുത്ത സമയത്ത് 85,000 ആ റേറ്റ് ആയിരുന്നു ഐഫോണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ അന്ന് ബൈക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പം എത്രത്തോളം വീഡിയോ ക്വാളിറ്റി ഫോൺ ഏതാണ് നിൻ്റെ 50. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി കിട്ടും അത്രത്തോളം കാണുന്ന വ്യൂസിന് കുറച്ചും കൂടെ ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ഐഫോൺ എടുത്ത സമയത്ത് വീട്ടിൽ നല്ല ഒരു 2 ദിവസമൊക്കെ ആയപ്പോൾ തുടങ്ങി. അറിയാലോ നമ്മളെ സാധാരണ അമ്മമാരൊക്കെ ചുമ്മാ ഇരുന്ന് കുരുക്കുരാന്ന് കുരിക്കും. ആ സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഐഫോൺ വെച്ച് എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ എന്താ വെച്ചാൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാൻ വിചാരിച്ചിങ്ങനെ ഞാൻ സത്യമായി ഉറങ്ങൂല. എൻ്റെ മൈൻഡ് ഫുൾ ഒരു 3-4 മണി വരെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കും, ആലോചിച്ചിരിക്കും. നമ്മൾ ഉറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ചിന്തിച്ചാലും ഒരു 4-5 മണി വരെ കിടന്നിങ്ങനെ ആലോചിക്കും. എന്ന് വെച്ചാൽ ലൈഫ് രക്ഷപ്പെടാൻ പറ്റുമോ, അങ്ങോട്ട് ഇനി എങ്ങനെയാണ് എന്നുള്ളൊരു മൈൻഡ് കാണുമല്ലോ. സാധാരണ എല്ലാ പയ്യന്മാർക്കും കാണും, ഒരു 10-25 വയസ്സായിട്ട് ഒന്നും നേടില്ലെങ്കിൽ ആ ഒരു മൈൻഡ് കാണും. അങ്ങനെ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഓരോരുത്തർ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും ക്യാമറയിലാണ് ചെയ്യണത്. അപ്പം ഞാൻ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് പാടില്ല എന്നല്ല, പാടുണ്ട്, എന്നാലും വീഡിയോയിൽ അത്ര പാടില്ല. നമ്മളിപ്പം അവർ അറിഞ്ഞുകൊടുത്ത ഒരാളടുത്ത് നമ്മൾ നിൽക്കാൻ പറഞ്ഞാലും അവർ ഫോട്ടോയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എത്ര ആൾക്കാർക്കാണ്, ചിലവർക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വെച്ച് വീഡിയോ തുടങ്ങിയാലോ എന്നുള്ളൊരു മൈൻഡിലാണ് എന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ. ആ സമയത്ത് ഞാൻ ആരെയും കണ്ടില്ല. അപ്പം ഒരു പയ്യനെ ഞാൻ നോക്കിയപ്പം മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പയ്യനുണ്ട്, അതിവിടെ അല്ല, ദുബായിലാണ്. അത് ആ പയ്യൻ തുടങ്ങിയ സമയത്ത് എന്താണ് അങ്ങനെ വെച്ചാൽ നമുക്ക് മൊബൈലിൽ വീഡിയോ എടുത്താലാ, വെറൈറ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അന്ന് സംഭവം ഞാൻ ഇപ്പോഴും പറയാം, സ്ട്രീറ്റ് വീഡിയോഗ്രാഫി, മൊബൈൽ വീഡിയോഗ്രാഫി കേരളത്തിലെ ഇന്ത്യയിൽ ആരും ഇതെടുത്ത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ക്രെഡിറ്റ് എനിക്കായിരിക്കും, അത് ഞാൻ എപ്പോഴും പറയും. ചിലവർ പറയും മുങ്ങച്ചടിക്കണേണ്, എന്നാലും കുഴപ്പമില്ല. മൊബൈൽ ഫോൺ എല്ലാവരും ക്യാമറയിൽ എടുക്കുന്നുണ്ട് കുറേ പേര് സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ക്യാമറയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനായി എടുക്കുന്നത്. പക്ഷേ ഇവരുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രോ നീ എടുക്കുന്നത് ക്യാമറയിലാണ് എന്ന് വെച്ചാൽ ക്യാമറ ക്വാളിറ്റി. പക്ഷെ ഐഫോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്തോന്നു അത്ഭുതപ്പെടും, ഇത് ഐഫോൺ. ഇതുണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ ഐഫോണിൽ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുത്ത് വിചാരിച്ചോ, അത് നമ്മൾ എഡിറ്റിലാണ് പിടിക്കുന്നത്, മനസ്സിലായി. ഇപ്പൊ ഒരാളിൽ ഐഫോൺ ഉണ്ടെങ്കിൽ തന്നെ ആ വീഡിയോ ഓക്കെയാണ്, പക്ഷെ അത് അവർ എഡിറ്റിലെ കുറച്ചുകൂടി ക്വാളിറ്റി എഡിറ്റിൽ ഓക്കെ, അത് ഓക്കെ. പക്ഷെ ആ ആളെ ഒരു സാധനം ഒബ്സർവ് ചെയ്ത് എടുക്കണമെങ്കിൽ അത് കഴിവും കൂടി വേണം. അത് ശരിയാ. അല്ലാതെ നമ്മൾ വെറുതെ പോയി ഒരു ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അവരിപ്പോൾ എത്ര കാണാൻ കൊള്ളുന്നുള്ളവരെ നമ്മൾ വീഡിയോ എടുത്ത് കൊളായതാണ്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേയൊക്കെ എന്തൊരു കമന്റില് ഒരു ക്യാമറ എത്ര രൂപ ഒരു പെമ്പിളാരെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണപ്പം. അതായത് ക്യാമറ പറയും നമ്മളതിൽ ഇപ്പോൾ ഒരു ഏത് ഫോൺ എടുത്താലും ക്യാമറ എന്ന് തന്നെയാണ്, നമുക്കത് എടുക്കാറിയെങ്കിൽ നമുക്കത് അത് വെച്ച് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അങ്ങനെ കുറെ അല്ലേ. അപ്പം ഞാൻ എന്താ പറയുക, ഇതാണ് സംഭവം. ഇതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോഗ്രാഫിയിലോട്ട് വന്നത്. പക്ഷെ ആ സമയം ഫോട്ടോഗ്രാഫിയും കത്തി കയറി വന്ന സമയമായിരുന്നു. പക്ഷെ വീഡിയോഗ്രാഫി ആരുമില്ല, ഫോണിലെടുക്കണ ആരും ഇല്ലായിരുന്നു.
അതാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് ഇത്രയും കുറച്ചും കൂടെ നല്ല കയറാൻ കാരണം ഫോണിലും കൂടെ പറഞ്ഞ ഗൈസ് ഞാനൊരു സത്യം പറഞ്ഞാൽ ഐഫോൺ പ്രൊമോഷനാണ് അവൻ ചെയ്ത് മൊത്തം ചെയ്ത്. പക്ഷേ എന്ത് പറയാൻ, ഞാൻ എടുത്ത് ഒരു 4-5 മാസമായപ്പോഴേക്ക് എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ പോയി. ഞാൻ കാണിച്ചത് ജസ്റ്റ് ആൾക്കാർക്ക് ഇപ്പം ഇതാണ് എൻ്റെ ഫോൺ കണ്ട, ഇതാണ് ബാക്ക് കണ്ട, ഇതുണ്ട ഈ ഒരു വര കണ്ട, ഇതിപ്പം കറക്റ്റ് അറിയാമില്ല, ഈ ഒരു വര കണ്ട ലേസർ, ഇതാണ് സംഭവം. ഇത് മാറ്റണതിന് 10-25,000 രൂപ ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് ക്യാമറ തന്നെ എല്ലാ വീഡിയോ എടുക്കുന്നത്. 25,000 ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് വേറെ ഫോൺ എടുക്കുക അങ്ങനെ. അപ്പൊ പിന്നെ ഐഫോൺ എടുക്കണം തന്നെ, ഐഫോണിലാണ് എടുക്കണത്. ഇപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ പ്രോ മാക്സ് ആണ് ഏതാണ്? പക്ഷെ 15 എന്ന് പറയുമ്പോഴും ആൾക്കാർ ഒരു 50 ഇത്രയും വീഡിയോ എടുക്കാൻ ഞാനും വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ പിന്നെ എഡിറ്റിലേക്ക് കൂടെയാണ് പിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ എടുത്താൽ മതി, ബെറ്റർ ആയിരിക്കും. പിന്നെ ഞാൻ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങും, ഓക്കെ നല്ല നല്ല ക്ലാരിറ്റി കാണും. പക്ഷെ നമ്മൾ 2 അപ്ഡേറ്റ് കഴിയുമ്പോൾ പണി കിട്ടും. ആർക്കെങ്കിലും വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റർ ആവാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐഫോൺ തന്നെ, മറ്റേ സിനിമയൊക്കെ അത്യാവശ്യം നമുക്ക് ഐഫോണെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ എഡിറ്റിലും പിടിച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടത്, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ 2-3 കമന്റിൽ കണ്ടാണ് എൻ്റെ വേറെ ഒന്നല്ല ഗൈസ്. കമന്റിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് ഓക്കെ, എടുക്കുന്നത് നിങ്ങൾ ഫുൾ ആംഗിൾ മനസ്സിലായി. നമ്മൾ എടുക്കുന്നതിൽ കുറേ ഒരു കുറ്റം പറഞ്ഞല്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അത് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയുള്ളൂ, ഞാൻ റോട്ടി പോണ ആൾക്കാരെ പിടിച്ചിരുത്തി എടുക്കുന്നതാണ്. പിന്നെ ഐഫോൺ എന്ന് പറയുമ്പം നമുക്ക് എത്ര 80,000 രൂപ എടുത്ത് വാങ്ങിച്ചാലും അതിന് ബ്രൈറ്റ്നസ് കുറയും പെട്ടെന്ന്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള ഇത് ക്യാഷ് പണി എടുക്കില്ല. അതിൽ ബ്രൈറ്റ്നസ് നമ്മൾ നല്ലൊരു വെയിലടിക്കുമ്പോൾ ബ്രൈറ്റ്നസ് കുറയും, മനസ്സിലായി. അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വെയിലത്ത് നിന്നെങ്കിൽ എടുക്കുക മിക്കതും. അപ്പം വെയിലത്ത് എടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കുന്നത് ആളെ കാണാൻ പറ്റില്ല. നമുക്ക് റോട്ടി പോണ ആൾക്കാരെ പിടിച്ചിരുത്തി ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് പറഞ്ഞാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് വിടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സ്ക്രീനിൽ കാണാനില്ല. നമ്മൾ എടുക്കുന്ന സാധനം സ്ക്രീനിൽ നോക്കി എടുത്താലും കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വിടും, മനസ്സിലായോ. നമ്മളിപ്പോൾ ഒരാൾ പേയ്മെൻറ്റിന് വിളിച്ച് നിർത്തി അവർ സൗകര്യത്തിനാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. അപ്പം ഓരോരുത്തർ എടുത്തിട്ട് തന്നെ പിന്നെ കുറ്റം പറയാൻ കുറ്റമല്ല കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അത് കാര്യം മനസ്സിലാക്കി അവർക്ക് അറിഞ്ഞൂടല്ലോ ഇങ്ങനെയാണ് എടുക്കുന്നത്, സാഹചര്യം അവർക്ക് അറിഞ്ഞു. അല്ല നമ്മളിപ്പോൾ റോട്ടി പോകുന്ന ആൾക്കാരല്ലേ പിടിച്ചെടുക്കുന്നത്. അപ്പം ആ ഒരു പരിമിതിക്കകത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, പക്ഷേ നമ്മളൊരു സാഹചര്യം വെച്ചിട്ട് ചിലപ്പം ഒരു 10 മിനിറ്റ് പെട്ടെന്ന് അവർ ചിലപ്പോൾ അവർക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും, പക്ഷേ അവർക്ക് അത്യാവശ്യമായിട്ട് പോകുന്നവരായിരിക്കും. അപ്പം ഒരു 10-15 അങ്ങനെ മിനിറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് എടുത്ത് വിടുന്നത് അല്ലേ. അതാണ് കാര്യം. ഇതൊക്കെയാണ് കാര്യം. അത് നിനക്ക് എന്താ പറയേണ്ടത് കേട്ടിട്ട്? എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇവനും പുഷ് ചെയ്യുന്നു ഇനി എന്തെങ്കിലും ഡാൻസ് പരമായിട്ട്. പക്ഷെ എനിക്കറിയാം ഡാൻസ് മാത്രമായിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. എനിക്ക് 800-900 ഫോളോവേഴ്സ് എന്തോ ഉള്ള സമയത്ത് ഞാൻ തുടങ്ങിയതാണ്. 800-900 നീ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് കയറി. ഫസ്റ്റ് വീഡിയോ തന്നെ അതൊരു 3 ലക്ഷം കയറി. നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്കിപ്പോ 1,80,000 ഉണ്ട്. 81 2 ലക്ഷം അടുപ്പിച്ചാ പറയാം. 2 ലക്ഷം പറയാം. എനിക്കിതിന് എത്ര 5-6 മാസം ആയതേ ഉള്ളൂ അല്ലേ? ഞാൻ ജനുവരി തൊട്ട് തുടങ്ങി. ജനുവരി ഫെബ്രുവരി ഏകദേശം ഒരു 9-10 മാസം. 9-10 മാസം അല്ലേ ആ സമയം കൊണ്ട്. പക്ഷെ എനിക്കതിന് പെട്ടെന്ന് 2 മാസം കൊണ്ടൊക്കെയാണ് പടപടാന്ന് എനിക്ക് ഫോളോസ്. മറ്റേ ഞാൻ ഫോൺ കണ്ടന്റ് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുക്കണമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇനി വെറുതെ എടുക്കണ്ട, എവൻ്റെ ഫോണിൽ നിന്ന് എടുക്കാം. പക്ഷെ എനിക്കറിയാം നടക്കൂല. കാരണം എവൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ സ്പേസ് ഇവൻ ഒരു ദിവസം ഇറങ്ങുമ്പോൾ ഒരു 3-4 വീഡിയോ എടുക്കും. അപ്പം സ്പേസ് തുടങ്ങുന്ന സമയത്ത് സ്പേസ് പണി അറിയാമല്ലോ അത് ഐഫോണിൻ്റെത്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഞാൻ 2 ആഴ്ച ഒന്നും ചെയ്യാതിരുന്നു. എന്നിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എന്തിന് എടുക്കണ്, ജോലിക്ക് പോണ്, അടയ്ക്കണം, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ. അപ്പോൾ എനിക്ക് ഒരുമാതിരിയായി. അങ്ങനെ ഒരു സമയത്താണ് ഈ ഒരു പയ്യ ഇതുപോലെ കമൻ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ കമൻറ്റ് ഇങ്ങനെ കാണിച്ച്. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ട നീ പറഞ്ഞിട്ടപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 2025 ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലാവണമെങ്കിൽ നമ്മൾ ഓൺ വോയിസ് ഇട്ടാൽ മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ സ്വന്തം ഓൺ വോയിസ് ഇട്ടപ്പോൾ പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഇതായിരിക്കും. പക്ഷെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ അവൻ തന്ന ടാസ്ക് ഇത്ര അത്യാവശ്യം പാടായിരുന്നു. പക്ഷെ ഞാൻ അത് കളിച്ചു. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ അത്രയും കളിച്ചു. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി ഫോളോസ് ആയിരുന്നത്. കാണുന്നവർക്ക് ഒരാൾ പഠിക്കാതെ കളിക്കുമ്പോൾ പെട്ടെന്ന് അതാണ് ആൾക്കാർ ഉൾക്കൊള്ളണം. അത് അത്രേ ഉള്ളൂ. ഇപ്പം ഞാനായാലും സ്ട്രീറ്റ് വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോഗ്രാഫി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പാഷനിലാണ്. ഫസ്റ്റ് എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ അഭിനയം, സിനിമ ഇതൊക്കെ ഭയങ്കര ഞാൻ ഇതിലോട്ടാണ് കൂടുതൽ. അപ്പം എനിക്ക് കണ്ടന്റ് ചെയ്യണം, അങ്ങനത്തെ കോമഡി കണ്ടന്റ് ചെയ്യണമെന്നായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഇതിലോട്ട് വന്ന് ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു 3 ലക്ഷം കയറി. എനിക്ക് 900 ഫോളോവേഴ്സ് 900-800 ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. 1000 അടിലായിരുന്നു. അത്ര ഉണ്ടായിരുന്നപ്പോഴേ എനിക്ക് 3 ലക്ഷം എന്ന് പറയുമ്പോൾ
നമുക്ക് അന്ന് 5000 2000 ഒക്കെ വ്യൂസ് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അതിന് 3 ലക്ഷം കയറണം 3 ലക്ഷം കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 മില്യൺ അടിച്ച ഫീലായിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി, ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് അന്ന് പിന്നെ നമുക്ക് വേറെ ജോലി ഒന്നുമില്ലല്ലോ. സ്വിഗ്ഗിയിൽ ഒരാഴ്ച ഓടും, പൈസ ഇത് ലോണായിട്ടുള്ള പൈസ എല്ലാം സെറ്റ് ആക്കിയിട്ട് ബാക്കി വീഡിയോ എടുത്തിറങ്ങും. നിങ്ങളൊരു കാര്യം മനസ്സിലാണ് ഇവ ഇങ്ങനെ. ഞാനെന്നറിയോ, ഞാൻ ഉള്ള ജോലി, ഞാൻ ഒരു ഷോപ്പ് തുടങ്ങി ഒരു 2 കൊല്ലം വരെ അടിപൊളിയായിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഞാൻ പോയി എല്ലാ ഞായറാഴ്ചയും പോയി വീഡിയോ എടുക്കണം. ഞായറാഴ്ച ഞാൻ പോയി ഒരു 6-7 വീഡിയോ ഒക്കെ എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് എന്നാലും ഞാൻ പോയി ഞായറാഴ്ച മാത്രം പോയി വീഡിയോ എടുത്ത് ഒരു 7 വീഡിയോ എടുക്കും. എന്നിട്ട് ഓരോ ആഴ്ചയും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അത്യാവശ്യം സെറ്റായി വന്നപ്പം നമുക്ക് ഫോളോവേഴ്സും വ്യൂസ് ഒക്കെ കയറുന്നതനുസരിച്ച് ഓഡിയൻസിന് നമുക്കൊരു വീഡിയോ എടുപ്പം തന്നെ അന്നൊക്കെ ഏകദേശം 2 ലക്ഷം 3 ലക്ഷം കയറപ്പം നമുക്ക് എത്ര 18K ഫോളോവേഴ്സ് 10K ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ലക്ഷം കയറപ്പോൾ നമുക്കൊരു ആവേശം കാണുമല്ലേ. അപ്പം എന്ത് ചെയ്യണം, അതുകൊണ്ട് ഈ ആവേശം മുത്തുന്നത് ഞാൻ ഈ ഞാനത് ക്ലോസ് ചെയ്ത് അടച്ചിട്ടിട്ട് ഞാൻ അമ്മയെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി. 1 കൊല്ലം വരെ ഞാൻ മാറിയിട്ടാണ് ഞാൻ 1 കൊല്ലം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലായിരുന്നു 1 കൊല്ലം കൊണ്ട് അത്യാവശ്യം സെറ്റ് ആവണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. 1 കൊല്ലമല്ല 3 മാസം കൊണ്ട് സെറ്റ് ആവണമെന്ന് പറഞ്ഞാൽ 3 മാസം 1 കൊല്ലമായി. കറക്റ്റ് 1 കൊല്ലം അത്യാവശ്യം ഇറങ്ങിയതിൽ ഉപയോഗം ഉണ്ടായി. അത്യാവശ്യം ആൾക്കാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി അറിയാം. പിന്നെ വരുമാനം മാത്രം കിട്ടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പേട് കുളവ് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. പക്ഷേ അത്യാവശ്യം ഫെയിമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ 2 ഇറങ്ങുന്ന ദിവസം സംസാരിക്കും. ഇപ്പം ഞാനായാലും ഇവനായാലും അല്ലേ എന്ത് ശരിയാണ്. എന്ത് ശരി അല്ല ആൾക്കാരൊന്നും എന്തൊക്കെ പറഞ്ഞ പിന്നെ വേറെ എന്ത് ഇല്ല. ഇപ്പം പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു സ്ഥലമാണ്. ഇതുപോലെയാണ് ഇപ്പം ഞാൻ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അത് സ്റ്റോറാണ്. ഇപ്പോഴത്തെ കേസാണ് ഇപ്പം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യവനാണെങ്കിൽ ബാറ്ററി കടയാണ്, ഇവൻ എപ്പോഴാണ് അടച്ചിട്ട് പോകും, സീനില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ സ്റ്റോറാണ്, അതായത് ഈ വീട്ടു സാധനങ്ങൾ, ഈ അരിമാവ് പാല് പഴവഞ്ചന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അടച്ചിട്ട് വരാനോ ഒന്നും പറ്റൂല. അപ്പം ഞായറാഴ്ച അച്ഛയായിരിക്കും, ഞായറാഴ്ച അപ്പമായിരിക്കും. അപ്പം അപ്പനെടുത്തിട്ടാണ് ഞാൻ ഓരോ ദിവസം ഇറങ്ങണത്. ആ ഓരോ ദിവസമാണ് ഞാൻ 2-3 വീഡിയോ എടുക്കും. ആഴ്ചയിൽ 2-3 വീഡിയോ ഇടും. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അന്ന് ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ബോയ് ഫ്രണ്ട് ഉണ്ടോ മറ്റേ ഒരു വീഡിയോ എടുത്തത് അന്ന് നല്ല രീതിയിൽ ഗേർക്ക് മെസ്സേജ് ഇട്ടേ. ഇവൻ ഗേ അല്ല, ഒരു ഗേ ഒരു പയ്യവന് മെസ്സേജ് ഇട്ട്. പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റില്ലടാ, ഞാൻ അവർക്ക് കാണില്ല വ്യക്തിപരമായ സന്തോഷം കിട്ടിയോളാം. വ്യക്തിപരമായിട്ട് നീയല്ലേ വീഡിയോ ചെയ്യണത്, അപ്പൊ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാണ്. ജീവിതം കൂടി പാവല്ല പറയാൻ കാണിച്ച മനസ്സ്. വീഡിയോ എന്റെ അടുത്ത് ബ്രോ ഞാൻ ഗേ ആണ്, ബ്രോയ്ക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് നമ്പർ അടക്കം തന്നോ മെസ്സേജ് അയക്കാനെന്ന് പറഞ്ഞ് നീ കൊടു, നിനക്ക് ചേരും. അല്ല നിനക്ക് പെണ്ണുണ്ടായില്ലേ? എനിക്ക് പെണ്ണില്ല. നിനക്ക് പെണ്ണ് കിട്ടില്ല, അതാണ് സംഭവം. ഇല്ലാത്തല്ല അവര് കിട്ടണില്ല. നോക്കാത്തത് ഇപ്പോഴത്തെ കാലത്ത് ധാരാളം വിശ്വസിക്കുന്നത്. ആരെ വിശ്വസിക്കാൻ പറ്റും? അത് ശരി. അത് ശരി നീ പറഞ്ഞ ഞാനൊരു സ്റ്റോറി ഇട്ടു. അങ്ങനെയാണോ ഇനിയിപ്പോ കൊറോണ വന്ന് പറയാം പെണ്ണുങ്ങൾ അങ്ങനെ? അല്ലല്ല, ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ നൈറ്റ് ചെറുതായിട്ട് സ്റ്റോറി ഇടും. ചെറിയൊരു ഉപദേശം പോലെ ഞാനെങ്കിൽ എന്റെ തോന്നണയിൽ അടിക്കുമ്പോൾ മോട്ടിവേഷൻ പോലെ ഇടുന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞ സ്റ്റോറിയിൽ റിപ്ലൈ പറഞ്ഞ അറിയണേ. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ബ്രോ ഇതേപോലെയാണ് തേച്ചിട്ട് പോയി കുറേ പേര്. എനിക്ക് ഇവരായിട്ടൊക്കെ ഒന്നേ പറയുള്ളൂ, ബ്രോ നിങ്ങളുടെ ലൈഫ് ഓക്കെ. ഇനിയിപ്പം ചെറിയ പയ്യന്മാരായാലും വലിയ പയ്യന്മാരായാലും നിങ്ങൾ ഈ ലവ് പ്രണയം അതിലോട്ട് നിങ്ങൾ മുൻതൂക്കം ഒരിക്കലും കൂടുതൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കരിയറാണ്, മനസ്സിലായി. കാര്യം വെച്ചാൽ ഫോക്കസ് ഡ്രീം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ലവ് പ്രണയമൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, അങ്ങോട്ട് പോകും തോറും നമ്മൾ മനസ്സിലാണോ, നമുക്കൊരു എയിം വേണം, നമുക്ക് പണം കാര്യം നമ്മൾ രക്ഷപ്പെടണം. അത് കഴിഞ്ഞാൽ അതെ ആ ഒരു സമയം നമുക്കൊരു പണത്തിൻ്റെ നമ്മളൊരു സെറ്റായി കഴിഞ്ഞു. ഇപ്പോഴേ ഞാൻ പറഞ്ഞു, ഇപ്പം ആ പ്രണയത്തിൻ്റെ പിറകെ പോവാതെ ഇപ്പോഴേ നമ്മളൊരു എയിം നോക്കി പോയി കഴിഞ്ഞുണ്ടല്ലേ, പിന്നീടായപ്പോൾ നമുക്ക് അതിനോട് മനസ്സിലായി. ഈ കൊച്ചു പയ്യന്മാരായാലും നമുക്ക് ആ സമയത്ത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഇങ്ങനെ പ്രണയിച്ചൊരു തേപ്പ് കിട്ടണം, എന്നാലേ പഠിക്കുള്ളൂ. തേപ്പല്ലടാ, നമുക്ക് ഞാനേടാ ഇപ്പം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് സെറ്റിൽ ആയോണ്ടല്ലോ, നമ്മളെ കരിയർ സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ പെണ്ണെല്ലാം വരും, മനസ്സിലായോ? അത് വരും, അത്രേ ഉള്ളൂ. ഇപ്പോഴേ പെണ്ണിൻ്റെ പിറകെ പോകാൻ പാടില്ല. അതാ ഫോക്കസ് ആയിട്ട് അവസാനം കരിയറും സെറ്റ് ആയില്ലേ, പെണ്ണും ഇല്ല, അതൊക്കെ സെറ്റ് ആവണം, പണവും ഇല്ല, കരിയറൊക്കെ സെറ്റ് ആവണം, അതൊക്കെ സെറ്റ് ആവും. നമ്മളൊരു കാര്യം എന്താ ആഗ്രഹിച്ച് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുക, അത് നടക്കും. അതാണ്, അത് ശരിയാണ്. അത് ചിലവർ ഈ റീലൊക്കെ ഇടുന്നത് അത് ഉള്ളതാണ്. നമ്മൾ സാധനം ആഗ്രഹിച്ച് നമ്മൾ അത് തന്നെ കിട്ടണം, പ്രകൃതി തന്നെ നമുക്ക് സപ്പോർട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ പട്ടി പോലെ പണിയെടുക്കുക, പെണ്ണിന്റെ പിറകെ പോവില്ലേ,
പെണ്ണിന്റെ പിറകെ പോയാ ഓടണ ബസ്സിന്റെ പിറകെ പോലെ ഓടുന്ന ബസ്സിന്റെ പിറകെ പോയാലും കുഴപ്പമില്ല, പെണ്ണിന്റെ പിറകെ പോയാ തേഞ്ഞ കൈസ്. അത്രേ ഉള്ളൂ. ഇപ്പൊ എടാ നീ അധ്വാനിക്കാൻ പാടില്ല. അതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിനക്ക് സെറ്റ് ആവും. നീ ഒന്ന് അച്ചീവായി എവിടെങ്കിലും ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു ഇത് നീ കൊണ്ടുപോകാം. അപ്പം പെണ്ണൊക്കെ തനിയെ വരും. ഇത്രേ ഉള്ളൂ കൈസ്. തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പം നീ പ്രണയിച്ച് തേച്ച് ഒട്ടിച്ച് അവസാനം ഇതിൻ്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടി ചിലവർക്ക് 2-3 കൊല്ലം എടുക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്, നമുക്ക് കൂട്ടുകാരന്മാരുണ്ട്, നമുക്കറിയാം. അതുകൊണ്ടറിയാം ഇത് പിന്നെ 2 കൊല്ലം വെറുതെ പോകും. പിന്നെ നിന്റെ ലൈഫ് പോകും. പിന്നെ നീ നിനക്ക് എന്തെങ്കിലും ആവണം എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. ടൈം പോകും. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബ്രോ. അതാണ്. അതുകൊണ്ട് ഓണതറിയൂല. അതുകൊണ്ടല്ലേ പണിയൊക്കെ പോയി വേറെ ഈ വർഷം പോയ പോക്കൊല്ലേ ഡിമ്മൻ പറഞ്ഞു പോയി, പെട്ടെന്ന് പോയി. പക്ഷെ ലോണ് മാത്രം തീരണില്ല. അതാണ് ഇവിടെ അതിൽ മാസങ്ങൾ തീർന്നു, പക്ഷെ ലോൺ തീരണില്ല ഗൈസ്. അപ്പൊ നമ്മള് നമ്മളെ ഫസ്റ്റത്തെ ഒരു വ്ളോഗ് എന്ന് പറയണോ, ഇല്ല ചെറിയൊരു ഷോട്ട് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു സംഭവം ഇട്ടത് എന്ന് വെച്ചാൽ 2 പേര് ചോദിച്ചു നമ്മള് ബ്രദർ ആണോ അല്ല ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചപ്പം സംഭവം നമുക്ക് ഇത് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയണമെന്ന് അറിയണം. അപ്പൊ നമ്മള് ജസ്റ്റ് ചുമ്മാ ഒന്ന് നമ്മളെ പറ്റിയൊന്ന് നമ്മളെ കുറിച്ച് ഒന്നും ആയില്ല, നമ്മളെ കുറിച്ച് സത്യമേ ഒന്നും ആയില്ല. നമ്മള് ചെറിയൊരു സാധനം പറഞ്ഞതേ ഉള്ളൂ എന്നെ കുറിച്ചും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഇനി അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മളെ പറ്റി വല്ല അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടിരുന്ന നമ്മൾ അതിനൊരു 10 മിനിറ്റ് ചെറിയൊരു വീഡിയോ പോലെ നമ്മൾ എന്താണ് ടോപ്പിക്ക് അതിനെ മാത്രം പറഞ്ഞൊരു വീഡിയോ സെറ്റ് പറഞ്ഞൊരു വീഡിയോ ഇടും. മനസ്സിലായി മതി, കൂടുതൽ വിവരം വേണ്ട പറഞ്ഞു. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അനിയൻ പോലെ തോന്നുന്നില്ല. അല്ല പലരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോ എന്തൊരു മുഖച്ഛായ ഇല്ല. അതുപോലെ നമ്മളെ നിൽക്കണ കഴിഞ്ഞാൽ ഫ്രണ്ട്സുകളെ നിൽക്കാൻ പോലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മൾ അനിയൻ ചേട്ടനാണ് വാസ്തവത്തിൽ. ഞാൻ ആരും ചോദിച്ചു വരരുത്. പിന്നെ ഇത്ര നേരം ചിരിച്ചിട്ടിരുന്നത് എന്തിന്? അപ്പൊ ഗൈസ് അപ്പം നമ്മൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയണത്, ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് തുടങ്ങിയ സാധനമാണ്, അല്ല വേറെ ഒന്നുമില്ല. ഇത് കുറച്ച് ബോറായിട്ട് തോന്നും, 20 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ കാണൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു വേണം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ വീഡിയോ ഇടാം. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവർക്കൊന്നും പറയില്ല, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു. അതെ. ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്.